എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ തിരുപ്പിറവിക്ക് നമ്മളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവരുണ്ട്, സുഹൃത്ത് ജപങ്ങൾ ചൊല്ലുന്നവരുണ്ട്, നോമ്പ് നോക്കുന്നവരുണ്ട്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരുണ്ട്, ചെറിയ ചെറിയ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, ഈശോയുടെ ജനനം നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ വേദനകൾക്കും സഹനങ്ങൾക്കും അപ്പുറം ഒരു സന്തോഷത്തിൻ്റെ പ്രത്യാശയുടെയൊക്കെ ദിവസം കടന്നു വരുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഔസേപിതാവും പരിശുദ്ധ മറിയവും ഒക്കെ കടന്നുപോയ സഹനത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ആകുലതയുടെയും ഒക്കെ അവസരങ്ങളുണ്ട്. അവിഹിത ഗർഭധാരണത്തിൻ്റെ സംശയം മുന്നിൽ നിന്ന യുവതിയെ സ്വീകരിക്കേണ്ടി വന്നതിൻ്റെ കഷ്ടപ്പാടുകൾ ഏറ്റെടുത്ത വ്യക്തിയാണ് ഔസേപിതാവ്. മടിശീലയ്ക്ക് കനമില്ലാത്തതിൻ്റെ പേരിൽ സത്രത്തിൻ്റെ വാതിലുകൾ ഓരോന്നായി കുട്ടിയടയ്ക്കപ്പെട്ടപ്പോഴും നിസ്സഹായതയോടെ അവർ രണ്ടുപേരും പ്രത്യാശ കൈവിടാതെ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബ ബന്ധ സങ്കല്പങ്ങളെയൊക്കെ തിരുത്തി എഴുതുന്നതായിരുന്നു ഈശോയുടെ ജനനം പോലും. തൻ്റെ ശരീരം അപ്പമായി നൽകാൻ അപ്പത്തിൻ്റെ വീട്ടിൽ കാലികളുടെ അപ്പമായ വക്യൂലിൽ പിറന്നു വീണുകൊണ്ട് കുടുംബബന്ധ സങ്കല്പങ്ങളെ മൊത്തം തിരുത്തി എഴുതിയവനാണ് ക്രിസ്തു. ആ ക്രിസ്തു നമ്മോടും മന്ത്രിക്കുന്നത് നിൻ്റെ ഹൃദയത്തിൽ ഒരിടം എനിക്കും തരണമെന്നുള്ളതാണ്. ഒരുക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ ഈശോയെ സ്വീകരിക്കാൻ, അപ്രകാരം നന്മകൾ ചെയ്തുകൊണ്ട് പ്രത്യാശയോടെ ഒരു നല്ല നാളേക്കായിട്ട് പ്രാർത്ഥിച്ച് നമുക്കൊരുങ്ങാം. ഉണ്ണീശോ നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ആമേൻ.